അള്ളാഹുവിൻ്റെ പേര് നൽകപ്പെട്ട സൂറത്തുകൾ ഏതൊക്കെ? ഫാത്തിർ, ഗാഫിർ, അർ-റഹ്മാൻ, അൽ-അഅല. എല്ലാ ആയത്തുകളിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്ത് ഏത്? സൂറത്തു മുജാദില. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിക്കപ്പെട്ട സൂറത്ത് ഏത്? സൂറത്തു അൻആം. സൂറത്തു ഇഖ്ലാസിന് എത്ര പേരുകളുണ്ട്? 20. ഖുർആനിലെ ആകെ എത്ര ബിസ്മികളുണ്ട്? 114 ബിസ്മികൾ. അനന്തരാവകാശ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തു നിസാ. പ്രവാചകന്മാരുടേതല്ലാത്ത വ്യക്തികളുടെ പേരിലുള്ള സൂറത്ത് ഏത്? സൂറത്തു മറിയം, സൂറത്തു ലുഖ്മാൻ. പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ: യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, മുഹമ്മദ്, നൂഹ്. ഖുർആനിൻ്റെ തലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറത്തു അൽ-ബഖറ. മുഅവ്വിദത്തൈനി എന്നത് ഏത് സൂറത്തുകളാണ്? സൂറത്തു ഫലക്ക്, സൂറത്തു നാസ്. സൂറത്തു മസദിൻ്റെ മറ്റൊരു പേരെന്ത്? സൂറത്തു അബീ ലഹബ്. ആരാധന കർമ്മങ്ങളുടെ പേരിലുള്ള സൂറത്തുകൾ ഏതൊക്കെ? ഹജ്ജ്, ജുമുഅ, സജദ. റാ ഇല്ലാത്ത സൂറത്ത് ഏത്? സൂറത്തു ഇഖ്ലാസ്. മീമില്ലാത്ത സൂറത്ത് ഏത്? സൂറത്തു കൗസർ. ഖുർആൻ എഴുതുന്നതിന് പറയുന്ന പേരെന്ത്? റസ്മ്. എല്ലാ രോഗത്തിനും മരുന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്ത് ഏത്? സൂറത്തു ഫാത്തിഹ. ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? സൂറത്തു ഫത്ഹ്. ഏത് സൂറത്ത് അവതരിപ്പിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ സൂചന മനസ്സിലാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്? സൂറത്തു നസർ. അൽഹംദ് കൊണ്ട് ആരംഭിക്കുന്ന എത്ര സൂറത്തുകൾ ഖുർആനിലുണ്ട്? 5 സൂറത്തുകൾ. സൂറത്തു അൽ-ബഖറയിൽ എത്ര ആയത്തുകളുണ്ട്? 286 ആയത്തുകൾ. ഖുർആൻ അവതരണത്തിന് മുമ്പ് അതിൻ്റെ പൂർണ്ണരൂപം സൂക്ഷിച്ചിരുന്നത് എവിടെയാണ്? ലൗഹുൽ മഹ്ഫൂദിൽ. സഹ്റവൈനി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തു അൽ-ബഖറ, സൂറത്തു ആൽ-ഇമ്രാൻ. ഖുർആനിലെ ആകെ എത്ര ആയത്തുകളുണ്ട്? 6236 ആയത്തുകൾ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിൻ്റെ പേരെന്ത്? ആയത്തു ദൈൻ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിലെ വിഷയമേത്? കടമിടപാടുകളും നിയമങ്ങളും. എല്ലാ നമസ്കാരത്തിലും ഓതൽ നിർബന്ധമായ സൂറത്ത് ഏതാണ്? ഉത്തരം സൂറത്തു ഫാത്തിഹ. ങ്ങളുടെ പേര് നൽകപ്പെട്ട സൂറത്തുകൾ ഏതൊക്കെ? സൂറത്തു റൂം, സൂറത്തു സബ. ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് പറയുന്ന പേരെന്ത്? തജ്വീദ്. ഖുർആൻ സാവധാനത്തിൽ വേണ്ടിടത്ത് നിർത്തി ഓതുന്നതിന് പറയുന്ന പേരെന്ത്? തർത്തീൽ. ബിസ്മിയെക്കുറിച്ച് അലി റളിയല്ലാഹു പറഞ്ഞതെന്ത്? ബിസ്മി മുഴുവൻ രോഗത്തിന് ശമനമാണെന്ന്. തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവായി പറയുന്ന പേരെന്ത്? മുസബ്ബിഹാത്ത്. സൂറത്തു ആൽ-ഇമ്രാനിൽ എത്ര ആയത്തുകളുണ്ട്? 200 ആയത്തുകൾ. സ്ത്രീകളെ പ്രത്യേകം പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്ത് ഏത്? സൂറത്തു നൂർ. ആയിഷ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്താവുമ്പോൾ മാത്രം അവതരിപ്പിച്ച സൂറത്ത് ഏത്? സൂറത്തു നിസാ.
സൂറത്ത് ഫുസ്സിലത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഹാമീം സജദ. ഒരു സൂറത്തിൻ്റെ അവതരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്മയത്തോടെ തസ്ബീഹ് ചൊല്ലി. ഏതാണ് ആ സൂറത്ത്? സൂറത്ത് അൻആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശത്രുക്കൾ സുജൂദ് ചെയ്തു. ഏത് സൂറത്ത് കേട്ടപ്പോൾ? അന്നജ്മ്. സ്വീകരിക്കൽ ബർക്കത്തും ഉപേക്ഷിക്കൽ പരാജയവുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്ത് അൽ ബഖറ. നരകശിക്ഷയെ കൂടുതലായി പരാമർശിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തു തൗബ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ആര്? നൂഹ് നബി അലൈഹിസ്സലാം. ആദ്യത്തെ വേദഗ്രന്ഥം ഏത്? തൗറാത്ത്. മൂസാ നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണിത്. ബൈത്തുൽ മുഖദ്ദിസ് നിർമ്മിച്ചത് ആര്? ദാവൂദ് നബി അലൈഹി സ്വലാമും സുലൈമാൻ നബി അലൈഹി സ്വലാമും. പിതാവില്ലാതെ ജനിച്ച 2 പ്രവാചകന്മാർ ആരെല്ലാം? ആദം നബി അലൈഹി സ്വലാമും ഈസാ നബി അലൈഹി സ്വലാമും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി ആര്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സുലൈമാൻ നബിയുടെ പിതാവിൻ്റെ പേരെന്ത്? ദാവൂദ് നബി അലൈഹിസ്സലാം. യഹ്യാ നബിയുടെ പിതാവിൻ്റെ പേരെന്ത്? സക്കരിയ നബി അലൈഹിസ്സലാം. സ്വപ്നവ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ ആര്? യൂസുഫ് നബി അലൈഹിസ്സലാം. ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ആര്? ഈസാ നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്ത മാസം, വർഷം?